വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ട പിണറായി സർക്കാർ 9 വർഷത്തിനിടെ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 901 പേരാണ്. 600 പേർ പാമ്പ് കടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോൾ ആന ചവിട്ടിക്കൊന്നത് 207 പേരെ. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാനായുള്ള സർക്കാർ പദ്ധതികൾ പാളിയെന്നതിന് തെളിവായി കണക്കുകൾ മാറുകയാണ്. ജനം എക്സ്ക്ലൂസീവ്. 2016 മെയ് 25-നാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തത്. രണ്ടാം പിണറായി സർക്കാർ 2021 മെയ് 20-നും അധികാരത്തിലേറി. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കസേരയിൽ പിണറായി 9 വർഷം പൂർത്തിയാക്കുമ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടതിന്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തുവരുന്നത്. 2016 ഏപ്രിൽ 1 മുതൽ 2025 ജൂലൈ 15 വരെ വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 901 പേരാണ്. പാമ്പുകടിയേറ്റാണ് ഏറ്റവും അധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായത്, 600 പേർ. കാട്ടാന ആക്രമണത്തിൽ 207 പേരും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 59 പേരും കാട്ടുപോത്തിന്റെയും കടുവയുടെയും ആക്രമണത്തിൽ 10 പേർ വീതം മരിച്ചു. കുറുക്കൻ, കാട്ടുപൂച്ച, മ്ലാവ്, നീർനായ തുടങ്ങിയ ചെറുജീവികളുടെ ആക്രമണത്തിലും ഇക്കാലയളവിൽ 10 ആളുകൾക്ക് ജീവൻ നഷ്ടമായി. തേനീച്ചയുടെയും കടന്നലിന്റെയും ആക്രമണത്തിൽ 55 പേർക്കും ജീവൻ നഷ്ടമായതായി വനം വകുപ്പിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വന്യജീവി ആക്രമണങ്ങൾ തുടരുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ സംസ്ഥാന വനം വകുപ്പ് പരാജയപ്പെടുകയാണ്. പാമ്പ് കടിയേൽക്കൽ നോട്ടിഫൈബിൾ ഡിസീസായി പ്രഖ്യാപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശമടക്കം നടപ്പിലാക്കാതെയാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത തുടരുന്നത്. വി വിനീഷ്, ജനം, തിരുവനന്തപുരം.